മ്യൂച്വൽ ഫണ്ടുകളിൽ സാധാരണ കുറേ തരം ഫണ്ടുകളുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റും നമ്മളുടെ കൺവീനിയൻസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞാൻ പറയാം. ഈ ഫോക്കസ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 30 അല്ലെങ്കിൽ 50 കമ്പനികളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഇക്വിറ്റി ഫണ്ടുകളെയാണ് ഫോക്കസ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഫ്ലെക്സി ക്യാപ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കമ്പനികൾ, മീഡിയം കമ്പനികൾ, ഏറ്റവും ലോ ഇതിൽ വരുന്ന കമ്പനി, അത് ലാർജ് ക്യാപ്, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ഇതിൽ കമ്പൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പറയുന്നവരാണ് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്. തീമാറ്റിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു രാജ്യത്ത് എമർജ് ചെയ്യാൻ പോകുന്ന ചില തീമുകൾ ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ കൺസംഷൻ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ്, പ്രൊഡക്ഷൻ ഇൻക്രീസ്, എക്കണോമി ഇമ്പ്രൂവ് ചെയ്യുന്നു, ആളുകളുടെ സാലറി കൂടുന്നു. സോ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള മേഖലകളിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു തീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് സാധാരണ തീമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷെയറുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിനാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അല്ല, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്ന് പറഞ്ഞാൽ മീഡിയം കമ്പനികളും അതുപോലെ ഏറ്റവും താഴെയുള്ള കമ്പനികളും ഈ കാറ്റഗറിയിൽ വെച്ച് നോക്കുന്നത് കുറച്ച് ചെറിയ കമ്പനികളായിരിക്കും. അടുത്തത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഇൻകം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ റിസ്ക് ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകൾ. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഓവർനൈറ്റ് ഫണ്ട്. ഓവർനൈറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 1 ഡേ ആണ്, ഒരു ദിവസമാണ് ഇതിന്റെ മെച്യൂരിറ്റി. ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ റിഡംഷൻ കൊടുത്താൽ മറ്റു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, ഷോർട്ട് ടൈം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, ഇതിനൊക്കെ പകരം നമുക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് അക്കൗണ്ടിൽ എന്താണ് ഇൻട്രസ്റ്റ് ഇല്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് അതിൽ ആവറേജ് ബാലൻസിനാണ് ഇൻട്രസ്റ്റ്. ഇതിലാണെങ്കിൽ എവറി ഡേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. നിങ്ങളുടെ പവർ ഓഫ് കമ്പൗണ്ടിങ് എവറി ഡേ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ റിയൽ റേറ്റ് ഓഫ് റിട്ടേണും നിങ്ങളുടെ ആക്ച്വൽ ആയിട്ടുള്ള റിട്ടേൺസും റിയലൈസ്ഡ് റിട്ടേണും വെച്ച് നോക്കുമ്പോൾ ഈ സ്കീമുകളിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു ഓപ്ഷനാണ് ഓവർനൈറ്റ് ഫണ്ട്സ്. എന്താണ് ലിക്വിഡ് ഫണ്ട്? ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം FD, ഒരു 7 ദിവസം മുതൽ ഒരു 1 മന്തിലേക്ക് പാർക്ക് ചെയ്യുന്ന ഫണ്ടുകൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ലിക്വിഡ് ഫണ്ട്. അതുപോലെ ലോ ഡ്യൂറേഷൻ, ഷോർട്ട് ഡ്യൂറേഷൻ, ലോങ് ഡ്യൂറേഷൻ, മണി മാർക്കറ്റ് ഫണ്ട്, ഇതൊക്കെ നമുക്കൊരു 6 മാസം മുതൽ 1 ഇയർ വരെ നമുക്ക് FDകളേക്കാൾ അല്ലെങ്കിൽ ബാക്കിയുള്ള അതർ സേവിങ്സ് ഓപ്ഷനേക്കാൾ നന്നായിട്ട് നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ.